ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണെന്ന് അറിയോ, ഇന്ന് നമ്മൾ സാക്ഷിയുടെ ചോറൂണ് കൊടുക്കാൻ പോവാണ്. സാക്ഷിക്ക് ആദ്യമായിട്ട് ചോറ് കൊടുക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഓസ്റ്റിനിലല്ല അമ്പലത്തിൽ പോകുന്നത്, ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുരുവായൂരപ്പൻ്റെ ഒരു അമ്പലത്തിലാണ് നമ്മൾ ചോറൂണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു 3 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ, ഇവിടെ ഇപ്പോൾ 6 മണിയായി, ഇറങ്ങുവാണ്. അവിടെ ഒരു 9-9:15 ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. വെള്ളമൊക്കെ എടുക്കാൻ കേട്ടോ. ചക്കര മാമന്റെ പോകണ്ടോ? പൊട്ടൊന്നും തൊട്ടില്ല, എന്റെ പൊട്ടൊന്നും തൊട്ടില്ല. നമുക്ക് തന്നെ തൊടാട്ടോ. ഇന്നെന്നാ പറ്റിയ എൻ്റെ അത് കയറാൻ ഇഷ്ടപ്പെട്ടാ കയറിയത്. ആ ഉടുപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ആകാശം. സമയത്രേ 6:39 രാവിലെ. നല്ല രസമുണ്ട്. ഇവിടെ ഫുള്ള് മൂടൽ മഞ്ഞ്. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണില്ല, നമ്മൾ ഈ നേരിട്ട് കാണുന്ന പോലെ. വീണ്ടും സെമിട്രി. ഒന്നും കാണത്തില്ല, അത്ര മഞ്ഞ്. നല്ല രസമുണ്ട്. മഞ്ഞോ മഞ്ഞ്. എല്ലാരും ഒരു റൗണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു. എൻ്റെ മൂക്കൊക്കെ പറയുക. വൈകയുടെ മുഖം കേട്ടോ. വൈകയുടെ ഉടുപ്പൊക്കെ കയ്യിലെടുത്തിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം അതൊക്കെ ഇടിക്കണം. ചെറുതിൻ്റെ അതെ. ഇതൊക്കെ വീടുകളാണ്. ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ഇതാണ് അമ്പലം. നമ്മളിവിടെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്, ഹ്യൂസ്റ്റണിൽ. ഇവിടെ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് അവരുടെ ഊട്ടുപുര പോലത്തെ സ്ഥലം. ഇതാണ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. ഹലോ. തിരുവനന്തപുരത്താണ് എവിടെ കോഴിക്കോട്. ഒരു പൂവെടുത്തിട്ട്
ചൂട് ഇങ്ങനെയല്ലേ കത്തിച്ചിട്ട് പാപ്പം രണ്ട് പ്രാവശ്യം ഇതേപോലെ കൊടുക്കുക. അതേപോലെ അമ്മയും കൊടുക്കുക, അതേപോലെ ആക്ച്വലി പാപ്പം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തെച്ചി കൊടുക്കുക, അതിന് അമ്മ കൊടുക്കുക. സ്മാഷ് ചെയ്യണം, നന്നായിട്ട് സ്മാഷ് ചെയ്യണം. ഇത് ഈ ഇല മാത്രം. പിന്നെ അമ്മ വിളിച്ച് കഴിച്ചു കഴിച്ചു. ഇട്ടിട്ട് അതേക്ക് വരും. ചോറ് വേണ്ട, ടച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. മോൻ്റെ ടീഷീലാണ് ഇതിലെ മുഖം കഴിക്കണം. നമ്മൾ കരിയൊക്കെ കഴിക്കണം. അത് പുറത്ത് വെച്ച് കഴിച്ചോളാം പറഞ്ഞു. കുഞ്ഞാപ്പി എങ്ങനെയുണ്ടായിരുന്നു ചോറ്? മാമ ഇഷ്ടപ്പെട്ടു. മാമ ഇങ്ങനെ കഴിച്ചണം കേട്ടോ, നല്ല ഗുഗ്ഗയിലായിരുന്നു. വായി പൊളിച്ചോണ്ട് വരും. ഇനി അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്ത് കൊണ്ടുപോയി അവളുടെ കൈയും വായും ഒക്കെ കഴിയിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി തൊഴിക്കാൻ പറ്റും വൈകിനെ ആദ്യമായിട്ട്. അതേപോലെ ഞാനും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അമ്പലത്തിലേക്ക് കയറാൻ പോകുന്നത്, ഇവൾക്ക് ചോറൂണ് കഴിഞ്ഞതിന് ശേഷം. അപ്പം അതാണ് ചെയ്യാൻ പോകുന്നത്.
ആ ഏട്ടൻ വന്നിട്ട് എടുക്കാന്ന്. എന്തെങ്കിലും അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഏട്ടാ ഒഴിഞ്ഞിട്ടു കേട്ടോ. ഇവിടെ അടച്ചു കേട്ടോ. മോളിൽ തന്നെ തുടങ്ങി. എവിടുത്തെ അടച്ചോളി? ഇവിടെ ഡോർ ഇത് കണ്ടോ? ഇതൊക്കെ ഏത് ഭഗവാനാന്ന് പറയും? അറിയുമോ നിനക്ക് ഇതൊക്കെ ആരാന്ന്? ഗണപതി, കൃഷ്ണ, അയ്യപ്പ. ഇത് കണ്ടോടാ ഈ ഷെൽഫിൽ കണ്ടോ? ആ ഡൊണേഷൻസ് ആണല്ലേ. ഓ ലുക്ക് അറ്റ് ദിസ് കണ്ടോ? നല്ല രസമുണ്ടല്ലേ. ഇതാ കൃഷ്ണയുടെ ഉണ്ട്, കുഞ്ഞി കൃഷ്ണയുടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കാറ് വരെ പോയിട്ട് വരാം. എൻ്റെ വാലറ്റ് അവിടെയാണ് കാർഡ് എടുക്കാൻ. മറ്റേ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് വരുന്നത് തുലാഭാരം. പിന്നെ മറ്റേതെങ്ങനെ ചെയ്യണ്ടേ? റാഫിൻ്റെ ചെയ്തോണം. ഇതൊരു മോള്. എടുത്തോ വേണമെങ്കിൽ പാൽപ്പായസം. ആ ഡോറങ്ങ് അടച്ചു വെച്ചേരമ്മേ. ഒന്നും വേണോ? ബാഗ് എടുത്ത്. അങ്ങനെ സാക്ഷിക്ക് ഫൈനലി മാമുണ്ടു. എന്നാ കുറിയായി നെറ്റിയിലെല്ലാം വരച്ചു വെച്ചിരിക്കുന്നേ. ആ ഇത് പിടിച്ച ഞാനത് സർപ്പക്കാവ് കണ്ടോ? സർപ്പക്കാവ് ഒരു വകഭേദമാണെന്ന് തോന്നുന്നു. മണമുണ്ട്, പക്ഷെ ഇതിന് മുല്ലയല്ല, പക്ഷെ വേറൊരു എന്താ മണത്ത് നോക്കി. പിച്ചിയല്ല. ഇത് കാണിച്ചു കൊടുക്കും. ഇത് കുടവാ, താമരക്കുള. ഓ ഫിഷ് ഉണ്ട്, നോക്കിയാ നോക്ക്. നിറച്ച് ഗോൾഡൻ ഫിഷസ് ഉണ്ട്. ഗോൾഡ് ഫിഷ് ഉണ്ട്. അതാ ബേർഡ്സ് കൂട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കണ്ടൊക്കെയെന്ന് തോന്നുന്നു. സീഡ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. കണ്ട് മരം മുട്ടൊക്കെ ഉണ്ട്, പക്ഷെ പൂവൊന്നും കാണുന്നില്ല. നിറച്ച് മീനുകളുണ്ട്. നല്ല രസമില്ലേ? നാട്ടിലത്തെ അമ്പലത്തിൽ വന്ന അതെ 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 അല്ലേ? അകത്തൊക്കെ നല്ല രസമാണ്. അകമൊക്കെ നല്ല രസമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ നവഗ്രഹങ്ങൾ. അങ്ങനെ സാക്ഷിക്കുട്ടി ഇവിടെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ വന്നിട്ട് ചോറുണ്ട്, തുലാഭാരം തൂക്കി ഒക്കെ ചെയ്തു അല്ലേ ചച്ചു? ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് ഇവിടെ അമ്പലത്തിൽ ആക്ച്വലി വലിയ തിരക്കില്ല. സാധാരണ സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ നല്ല തിരക്കാ. സാറ്റർഡേ സൺഡേ എനിക്ക് തോന്നുന്നു ഇതേപോലെ ഫുഡും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇവിടെ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പം ഒരു തേഴ്സ്ഡേ ആണ് ഞങ്ങൾ വന്നേക്കുന്നത്. നമുക്കൊരു നല്ല ദിവസം കിട്ടിയത്.
മോളുടെ നാളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ദിവസം അവർ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നിവിടെ തേഴ്സ്ഡേ April 10th തേഴ്സ്ഡേ ആണെന്ന് നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം നമ്മൾ വന്ന് ചോറൂണ് കൊടുക്കുമായിരുന്നു. ഏട്ടൻ അവിടെ തൊഴുന്നുണ്ട്. അയ്യോ നല്ല വെയിലുണ്ട്. കാനയുടെ മുമ്പിൽ പോയി നിന്ന് ഒരു ഫോട്ടോ എടുക്കണേ. അത് റിയൽ ആനയല്ലല്ലോ, പ്രതിഭയല്ലേ? അല്ല, പ്രതിമ മതി. അത് വെച്ച് ചേർന്ന് നിൽക്കാമല്ലോ. ആ, ഇച്ചിരി ചേർന്ന് നിൽക്കാം. കഴിഞ്ഞോ? 2 കുറി. ഇതെന്താ റാഫിളോ? 2025 മെഗാ റാഫിൾ. എന്താ അത്? അതിന്റെ കാറാണ് അവിടെ കയറ്റിയിട്ടേക്കണേ. ഓ, ഈ പ്രൈസിന്റെ കാറാണ് അവിടെ വെച്ചിരിക്കണേ. ഇതിന്റെ പുറകില് തിരുമേനിമാർക്ക് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അതിന്റെ ഫണ്ടാണ് ഇത്. പൈസ കൊടുത്ത് നമ്മൾ വാങ്ങും. ഇതാണ്ട് വഴിയിൽ നിന്നെല്ലാം ഊരണം. അങ്ങനെ സാക്ഷുമ്മ ഇനിയിപ്പം സോളിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നമ്മൾ നല്ല ക്യാരറ്റും ആപ്പിളും അവക്കാഡോ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇനി സാക്ഷിയുടെ ഭക്ഷണം. ഇതാ ഇവിടെ നാട്ടിലത്തെ ഗുരുവായൂരപ്പൻ ടെമ്പിളിനെ പോലെ ഗരുഡനെ വെച്ചിട്ടുണ്ട്. ഗരുഡന്റെ ഒരു പ്രതിമ. അതിന്റെ പുറകിൽ ഒരു ആലാണ്, ഒരു ആൽത്തറയാണത്. ആൽത്തറയും വിളക്കും. ആ ഗരുഡൻ അവിടെ വിളക്ക് വയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് അമ്പലം. ഇത് ഏതാ ഗുരുവായൂർ കേശവനാണെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവിടെ. കാരണം അതിന് ചങ്ങലയിൽ പേരൊന്നും ഇട്ടിട്ടില്ല. ഒരാനയുടെ പ്രതിമ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണത്. അതാണ് സർപ്പക്കാവ് അല്ലേ ഏട്ടാ? ആ കാണുന്നതാണ് സർപ്പക്കാവ്. അവിടെയാണ് സർപ്പത്തിന്റെ പ്രതിഷ്ഠ അല്ലേ? അമ്മയുടെ പണ്ടാരെ ചച്ചുച്ചിയുടെ പുത്തൻ പൂപ്പിയാണോ? നല്ല ഉടുപ്പാണല്ലോ. നല്ല ഉടുപ്പാണല്ലോ. കണ്ട ഉടുപ്പ് കാണട്ടെ. നല്ല ഉടുപ്പാണല്ലോ സച്ചുറ്റി. നല്ല ഉടുപ്പാണല്ലോ. മെയ് 1 തൊട്ട് 10 വരെ ഈ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ ഇതാണ് പരിപാടി. വൈഗ കാറിനുള്ളിൽ ഇരിക്കുകയാണ്. എന്താ മിസ്റ്റർ ശങ്കുണ്ണി ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു ആനയുടെ ഒപ്പം. തേഴ്സ്ഡേ ആയിരുന്നിട്ട് കൂടിയും അവർ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നിരുന്നു കേട്ടോ. ഞങ്ങൾ ചായ മാത്രമേ കുടിച്ചുള്ളൂ. ദോശയും ചട്നിയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, അന്ന് റെഗുലറായിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ദിവസമല്ലായിരുന്നുവല്ലോ. പിന്നെ ഇത് പറയാതെ വയ്യ, ഇവരുടെ ആദ്യത്തെ മര്യാദ. ഇതിനു മുമ്പും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്നും ഇതേപോലെ തന്നെയായിരുന്നു. നമ്മൾ കംഫർട്ടബിൾ ആണെന്ന് അവരെപ്പോഴും മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അത് അപ്പാർട്ട്മെന്റ് ആമേ. ഇത്ര അടുത്തല്ലേ അവിടെ താമസിക്കുന്നവര്. അപ്പൊ ഇനിയിപ്പം പുതിയത് ഇന്നലെ ആയിരുന്നു തറക്കല്ലിന്റെ ഇതിട്ടത്. കോൺക്രീറ്റ് ഒഴിച്ചു. എവിടെയാ? പ്രീസ്റ്റിന് താമസിക്കാനോ? ഓക്കെ, നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ സാരി എടുത്ത് ഓസ്റ്റിൻ വരെ വണ്ടിക്കകത്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി. ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. ഏട്ടൻ ഷർട്ട് കുർത്തയൊക്കെ ഊരി കളഞ്ഞു. വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രശ്നമാക്കും. അതാണ് നമുക്ക് ഏക ഒരു പ്രശ്നമുള്ളത്. വണ്ടി പൊയ്ക്കൊണ്ടേയിരിക്കണം. ഇനി നമ്മള് ഇവിടെ ഇപ്പൊ സമയം 11:15 കഴിഞ്ഞു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമ്മൾ ഓർത്തു ലഞ്ച് കഴിക്കാം അല്ലേട്ടാ? കൈൻഡ് ഓഫ് ബ്രഞ്ച് കഴിക്കാം. ബ്രഞ്ച് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് കേരള റെസ്റ്റോറന്റ്, ഇന്ത്യൻ പാലസ് എന്ന പേരുള്ള ഒരു കേരള ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഹ്യൂസ്റ്റണിലൊക്കെ നല്ല കേരള ഫുഡ് കിട്ടും. അപ്പം നമ്മള് സീറ്റ് ബെൽറ്റ് ഇടൂ. ദൈവമേ, പോലീസ് കൊണ്ടുപോകും കേട്ടോ. ഇവിടുന്ന് നേരെ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോവുള്ളൂ. പോലീസൊക്കെ വരും, അവർ കാണും. ആരെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ പോലീസ് വന്നിട്ട് പിടിച്ചിട്ട് പോകും.
സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാതെ കുട്ടികളെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെയർലെസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ട്രെയിൻ ഒരെണ്ണം നിർത്തിയിട്ടിരിക്കുന്നു, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ ആ സൈഡിൽ കൂടിയാ പോണേ. കനേഡിയൻ പസഫിക്. ഇതെന്താ ഫ്യൂവൽ ആയിരിക്കുമോ? ഓക്കെ, ഇവിടുന്ന് ഒരു 14 minutes വീണ്ടും ദൂരേക്ക് നമ്മൾ പോകണം അല്ലേ? നമ്മുടെ പോകുന്ന റൂട്ടല്ലല്ലോ ഇത്, അറിയില്ല. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത സ്ഥലമാണിത്, അതുകൊണ്ട് മാപ്പിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം ഏട്ടൻ വിളിച്ചു ചോദിച്ചു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകും. ജോളിച്ചേട്ടൻ ഇപ്പൊ വന്നതേ ഉള്ളോ? ഹലോ. ചിക്കൻ ബിരിയാണി, ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണി എടുക്കാൻ പോണേ. പോട്ട് കറി ഉണ്ട്, റൈസ്, നമ്മുടെ റൈസ് ഉണ്ട്, ബട്ടർ ചിക്കൻ, പിന്നെ മറ്റേ ചെറിയ വൈറ്റ് റൈസ്, ക്യാബേജ് തോരൻ, ഫിഷ് കറി ഉണ്ട്, സാൽമണാന്ന് തോന്നുന്നു, മറ്റേ പനീർ കറി, അത് പനീർ, വെജിറ്റബിൾ നൂഡിൽസ്, ദാൽ കറി, സാമ്പാർ, പക്കോട, പപ്പടം. സൂപ്പർ അല്ലേ? ഇത് അവരുടെ ബൊഫേ ആയിരുന്നേ. ഇത് കൂടാതെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രൂട്ട് സാലഡും സേമിയ പായസം, യോഗട്ട്, പുളിശ്ശേരി, അങ്ങനെ കുറേ ഐറ്റംസും കൂടെ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ആവറേജ് ഫുഡായിട്ടേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഏട്ടാ, ഫുഡൊക്കെ ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയാണ് കഴിച്ചത്? ഞാൻ അധികം ഒന്നും കഴിച്ചില്ല. ഫ്രൈഡ് റൈസ്, ബിരിയാണി എടുത്തു, കുറച്ച് ചോറും കറിയും. കുറച്ച് ചോറും കറിയില്ല. ചിക്കൻ വറുത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കൻ 65 ആയിരുന്നു. ചിക്കൻ 65. സാക്ഷിയുടെ ചന്ദനക്കുറി, ഒരു വാട്ടർമെലൺ തീറ്റി, അത് ചൂണ്ടുന്നുണ്ട്. ഇതാ വാട്ടർമെലൺ, നോക്കട്ടെ എന്ന് കാണിക്കുന്നതാ. എൻ്റെ പൊന്നിനെ എല്ലാവരും കൂടെ കളിയാക്കുക. അമ്മൂമ്മ തീറ്റിത് വായ കഴിക്കാൻ. നമ്മളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുക. ഇനി ഒരൊറ്റ സ്ട്രെച്ച് വീട്ടിലേക്കാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എൻ്റെ പില്ലോ, ആ പില്ലോ എൻ്റെ അല്ലമ്മേ, അത് ഞാൻ ഒരു ബാക്കിൽ ഒരെണ്ണമുണ്ട്. എല്ലാ തവണ ഹ്യൂസ്റ്റൺ അല്ലെങ്കിൽ ഡാലസ് പോകുമ്പോഴത്തേക്ക് 2 പില്ലോ എക്സ്ട്രാ എടുത്തിട്ടാണ് കയറുന്നത്. കാരണം ഒന്ന് കിടക്കാനൊക്കെ വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ട് കാറിൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. ഈ ബസ്സിൽ നോക്കൂ, എങ്ങനെയുണ്ടായിരുന്നു ചോറൂൺ എക്സ്പീരിയൻസ് മൊത്തത്തില്? ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ഒരു നാട്ടില് ചോറൂണ് കൊടുക്കുന്ന പോലെ തന്നെ അല്ലേ? ഫീൽ ഉണ്ടായിരുന്നു 2 മാസങ്ങൾക്ക് ശേഷം. നാട്ടില് പോയ ഒരു ഫീല്. 2 മാസമായി അമ്മ വന്നിട്ട് ഇപ്പം 2 മാസമായി. അപ്പം അതിനുശേഷം അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചോറൂൺ എക്സ്പീരിയൻസ് ഏട്ടാ? എല്ലാം പെട്ടെന്ന് തീർന്നു. എന്ന് വെച്ചാൽ വന്നതും അറിഞ്ഞില്ല, പോകുന്നതും അറിഞ്ഞില്ല. അതായത് വൈകിയുടെ സമയത്ത് നമ്മൾ കൊടുത്തത് ഒരു വേറൊരു തെലുഗു പ്രീസ്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അവരുടേതായ ഹോമവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് വൈകിക്ക് അവര് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോമവും ഒക്കെ കഴിഞ്ഞ് കയ്യിൽ കാപ്പ് കെട്ടി അല്ലേ ഏട്ടാ? കയ്യിൽ കാപ്പ് കെട്ടി അങ്ങനെയൊക്കെ കുറെ വലിയ പ്രൊസീജിയർ ആയിരുന്നു. ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്തത്. ഒരു 1.5 മണിക്കൂറെങ്കിലും സമയം എടുത്തിട്ടാണ് വൈകിക്ക് അന്ന് ചോറൂണ് കൊടുത്തത്. ഇത് പക്ക നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു രീതിയിൽ ഇലയൊക്കെ ഇട്ട് ചോറും കുറെ സാധനങ്ങളുണ്ടായിരുന്നു. ഒറ്റ മിനിറ്റ്.
ചോറുണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, ഉപ്പ്, തൈര്, തേന്, ശർക്കര പൊടിച്ചത്, നെയ്യ്, പിന്നെന്തായിരുന്നു കേട്ടാ, പുളി. ഇത്രയും സാധനങ്ങൾ ഇലയിൽ നിരത്തി വെച്ചിട്ട് എല്ലാത്തിനും ഇങ്ങനെ തൊട്ടിട്ട് കുറച്ചിങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അവൾ നല്ല അസലായിട്ട് കഴിച്ചു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ, അപ്പം ചെറിയൊരു പരിപാടിയായിരുന്നു. പെട്ടെന്ന് ചെന്നു, എല്ലാം വിളമ്പി ഇങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു. ഏട്ടൻ കൊടുത്തു, അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തു, അത് കഴിഞ്ഞ് വൈകി കൊടുത്തു, കഴിഞ്ഞ് അമ്മ കൊടുത്തു. കഴിഞ്ഞു പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രദക്ഷിണം വെച്ചു, അമ്പലത്തിൽ തൊഴുതു, മോൾക്കൊരു തുലാഭാരം ചെയ്തു, നടക്കൽ കിടത്തി, കഴിഞ്ഞു. അതോടുകൂടി പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു, ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചോറൂണ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഓക്കെ. അപ്പം ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവുവിനെ വിളിക്കാൻ പോകുന്നു. ഹായ് ചന്ദ്രകുറി, ഹായ് ചന്ദ്രകുറി. എവിടെ കുഞ്ഞാപ്പി? ചോറുണ്ടോ ചക്കര? മാവുണ്ടോ? ഇവിടെ ഒരാള് ഞങ്ങൾ എത്തിയതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഇവിടെ. ശരി 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 ശരി. അങ്ങനെ സാക്ഷിയുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. നന്നായിരുന്നു, എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. സാക്ഷി നല്ല ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ ടയേർഡാണ്. നമ്മളിപ്പം മൊത്തത്തിലൊരു 7 മണിക്കൂർ രാവിലെ തൊട്ട് യാത്ര തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടയേർഡായി. അപ്പം ഇന്നത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.